പോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ. അമ്മേ ശരണം, ദേവി ശരണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാക്കുകൾ അപ്രസക്തമാകുന്നൊരു വൈകാരിക മധ്യയാണ് ഞാനിന്നീ ദേവി സന്നിധിയിൽ നിൽക്കുന്നത്. അകം നിറയെ അമ്മയാണ് സാക്ഷാൽ ദേവി. പിന്നെ ഈയിടെ മാത്രം എന്നെ വിട്ടുപോയ എൻ്റെ സ്വന്തം അമ്മയുടെ നിറവാർന്ന ഓർമ്മകളും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ അമ്മ ശ്രീയാറ്റുകാൽ ദേവിയുടെ കറതീർന്ന ഒരു ഭക്തയായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുക അമ്മയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിൽ നിൽക്കുന്നത് സുഹൃതമായി തന്നെ അമ്മ കണക്കാക്കുമായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാൽ ഒരു വികാരമാണ്. ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിൻ്റെ തിരുവോണം. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും എൻ്റെ കൗമാരവും ആറ്റുകാൽ അമ്പല ദർശനവും പൊങ്കാല അനുഭവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ അന്ന് ആറ്റുകാൽ ക്ഷേത്രം ഇത്രയും വികസിച്ചിട്ടില്ല. തിരുമുറ്റത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തിൻ്റെ വിസ്തീർണമേ ഉള്ളൂ. തൊട്ടുവശത്തുള്ള ദേവി കല്യാണ മണ്ഡപം പോലും പിന്നീടാണ് വരുന്നത്. ആദ്യം അതായിരുന്നു വാഹനങ്ങൾ നിർത്താനുള്ള ഇടം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ബാക്കി ചുറ്റുപാടും വയലുകളായിരുന്നു. പൊങ്കാല ദിവസമാകുമ്പോൾ ഈ ചുറ്റുപാട് മുഴുവൻ അടുപ്പുകളും ഭക്തരുമാകും. മുടവൻ മുകളിൽ താമസിച്ചിരുന്ന ഞങ്ങൾ പൂജപ്പുരയിലൂടെയും കരമനയിലൂടെയും ആറ്റുകാലിലേക്ക് പോയിരുന്ന വിളക്ക് കെട്ട് ഘോഷയാത്രകൾ ഞങ്ങൾക്കതൊരു ഉത്സവമായിരുന്നു. സപ്രമഞ്ചലിൽ ദേവി രൂപമുണ്ടാക്കി ചുമലിലേറ്റി ക്ഷേത്രത്തിലേക്ക് നെയ്യാണ്ടി മേളത്തോടെ ഗ്യാസ് ലൈറ്റുകളുടെ അകമ്പടിയോടെ ആനയിക്കുന്ന ഓരോ പ്രദേശത്തു നിന്നുള്ള ആഘോഷയാത്രകളെ തിരുവനന്തപുരത്തുകാർ എന്ന ചപ്രമെഴുന്നള്ളത്ത് എന്നാണ് വിളിച്ചിരുന്നത്. സപ്രമഞ്ചലിൻ്റെ പ്രാദേശിക രൂപമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത് വിളക്ക് കെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പൊങ്കാല മറ്റൊരു ആഘോഷമാകാൻ കാരണം പൊങ്കാലയുടെ തലേന്ന് കിഴക്കേക്കോട്ട ശ്രീ പത്മനാഭ തിയേറ്ററിലും കിള്ളിപ്പാലം ശിവ തിയേറ്ററിലുമൊക്കെ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം നടത്തിയിരുന്ന സ്പെഷ്യൽ തേർഡ് ഷോകളായിരുന്നു. മിക്കവാറും അത് ചിത്രങ്ങളൊക്കെ പുണ്യപുരാണ ചിത്രങ്ങളായിരുന്നു. പൊങ്കാലയ്ക്കായി വരുന്ന ഭക്തർക്ക് രാത്രി ഒന്നിച്ചിരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് തിയേറ്ററുകൾ അന്ന് 3ാം ഷോ സംഘടിപ്പിച്ചിരുന്നത്. അങ്ങനെ എന്തെല്ലാം ഗ്രഹാതുര സ്മരണകളുണ്ട് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട്. അന്നൊക്കെ പൊങ്കാല ദിവസം പോലും നടന്ന ആറ്റുകാൽ അമ്പലം വരെ വരാനാകുമായിരുന്നു. അത്യാവശ്യത്തിന് 2 വീലറിലും വരാം. കുറേ കഴിഞ്ഞപ്പോൾ ആണുങ്ങൾക്കൊക്കെ പാസ് നൽകി തുടങ്ങി. എൻ്റെ ചില അന്യഭാഷാ സിനിമാ സുഹൃത്തുക്കളോടൊക്കെ ആറ്റുകാൽ പൊങ്കാലയെപ്പറ്റി സംസാരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരു ദിവസം വന്ന് ചേരുന്ന ഉത്സവമാണെന്ന് കേട്ട് അവർ അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകൾ ഒരൊറ്റ ദിവസം ഒത്തുചേരുന്ന ഇടമെന്നതിൻ്റെ പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 1ലേറെ തവണ ഇടം നേടിയ കാര്യമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒപ്പം അഭിമാനത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്, നോക്കൂ, ഇതുപോലൊരു ക്ഷേത്ര ഉത്സവവും ലോകത്ത് എൻ്റെ നാട്ടിലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ നിർണായകമായ 2 സംഭവങ്ങൾ. 1978 സെപ്റ്റംബർ 3 അന്ന് ഞാൻ ആദ്യമായി അഭിനയിച്ച അഭിനയം എന്ന് പറയാവുന്ന ഒരു സിനിമയായിരുന്നില്ല, മുഖം കാണിച്ച തിരനോട്ടം എന്ന സിനിമയുടെ പൂജ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഷോട്ട് എടുത്ത് എൻ്റെ മുടവൻ മുകളിലെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള റോഡിലാണ്. അതിനെല്ലാം സാക്ഷിയായി ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ സുഹൃത്തുക്കളായ അശോക് കുമാർ, എസ് കുമാർ, സുരേഷ് കുമാർ എന്നിവരൊക്കെയാണ്. ഞാൻ അവരെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു.
അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം 1988 ഏപ്രിൽ 28 ഞാൻ എൻ്റെ ഭാര്യ സുചിത്രയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഈ പരിപാവന ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ്. ബാക്കി ചടങ്ങുകളൊക്കെ ട്രിവാൻഡ്രം ക്ലബിൻ്റെ സുബ്രഹ്മണ്യ ഹാളിലാണ്. 36 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ദാമ്പത്യത്തിന് എല്ലാം ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഉത്സവത്തോട് അനുബന്ധിച്ച് എന്നെ ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നാൽ പലവിധ കാരണങ്ങളാൽ ഉത്സവ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ. ആ ദാസ എന്നുള്ള വിളി അമ്മയുടെ വിളിയായിട്ട് ഞാൻ കണക്കാക്കി. അന്നൊന്നും എനിക്ക് സമയമായിട്ടില്ലെന്ന് ദേവി കരുതിയിട്ടുണ്ടാകും. ഈ വർഷം ഏതായാലും അമ്മയുടെ അനുഗ്രഹത്താൽ ചടങ്ങിലെത്താനും ആറ്റുകാൽ അമ്മയുടെ നാമധേയത്തിലുള്ള അംബാ പുരസ്കാരം ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. പല തരത്തിലുമുള്ള ബഹുമതികൾ സ്വീകരിക്കാൻ 48 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വളർന്ന നാട്ടിലെ ഞാൻ മനസ്സുകൊണ്ട് കുമ്പിടുന്ന ശ്രീ ആറ്റുകാൽ ഭഗവതിയുടെ പേരിലുള്ള ഈ പുരസ്കാരം അതിൻ്റെ ആത്മീയ ചൈതന്യം കൊണ്ട് തന്നെ എനിക്കേറെ സവിശേഷപ്പെട്ടതാണ്. ദേവിയുടെ ആശീർവാദമായി തന്നെ ഞാനിതിനെ സവിനയം സ്വീകരിക്കുന്നു. ഇതിനെന്നെ തിരഞ്ഞെടുത്ത ആറ്റുകാൽ ട്രസ്റ്റിലെ എല്ലാ ഭാരവാഹികളോടും എനിക്കുള്ള കൃതജ്ഞതയും ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. താങ്ക് യു സർ. സന്താപനാശിനിയും ആനന്ദദായിനിയുമായ സത്യസ്വരൂപിണിയും ചൈതന്യകാരിണിയുമായ നിത്യനിരാമയുമായ ആറ്റുകാലമ്മ ഈ നാടിനെയും നാട്ടുകാരെയും എന്നും കാത്ത് രക്ഷിച്ചു കൊള്ളമണേ എന്ന പ്രാർത്ഥനയോടെ അമ്പയെ ശരണം, ജഗദമ്പയെ ശരണം. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.